ഇന്നൊരു നെല്ലിക്ക അച്ചാർ ഇട്ടാലോ? നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഉള്ളൊരു നല്ല രുചിയുള്ളൊരു നെല്ലിക്ക അച്ചാർ. അപ്പോൾ അതിനായിട്ട് ആദ്യം നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി തുടച്ചെടുക്കുക. അതിൽ ഈർപ്പമൊക്കെ നന്നായി തുടച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എന്നിട്ട് നമുക്ക് നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ നുറുക്കിയെടുത്ത നെല്ലിക്കയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിരുമ്മി കുറച്ച് നേരം അവിടെ വെക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച നെല്ലിക്കയിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഒരു പാനിൽ നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് ഈ 1/4 ഭാഗം നെല്ലിക്ക ഇട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അച്ചാറിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, ഒരു നുള്ളു കടുക്, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നത് വിനാഗിരി ഒഴിച്ചിട്ടാണ്. വിനാഗിരിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി അടുത്തത് നമ്മൾ അച്ചാറിടാനുള്ള പാൻ ചൂടാക്കി അതിലേക്ക് കടുക്, ഉലുവ, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് പൊട്ടിച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ല, ആ അരപ്പും ചേർത്ത് ഒരു 3-4 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ച നമ്മുടെ നെല്ലിക്ക കഷ്ണങ്ങളുണ്ട് അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് അല്പനേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പക്ഷേ നെല്ലിക്ക വെന്ത് പോവരുത്, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്ത് കഴിയുമ്പോൾ ചില്ല് കുപ്പിയിലേക്ക് പകർത്തി വെക്കാം. പിന്നെ നമ്മൾ ഡെയിലി എടുക്കാനാണെങ്കിൽ ഒരു ചെറിയ കുപ്പിയിൽ മാറ്റി കുറച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അച്ചാർ കൂടുതൽ നാൾ കേട് കൂടാതിരിക്കും.